ഞങ്ങളിനി ആർക്ക് ജയ് ജയ് കാതോലിക്കോസ് വിളിക്കും? പരിമലപ്പള്ളി ഇടവകാംഗമായ തോമസ് ടി പരിമല എന്ന ഓർത്തഡോക്സ് സഭാംഗത്തിന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേൾക്കുക. ആഗമാന സുറിയാനി സഭയുടെ കാതോലിക്കയായി പരിമല തിരുമേനിയുടെ 4ാം തലമുറക്കാരനായ ഡോക്ടർ ജോസഫ് മാർ ഗ്രിഗോറിയോസിനെ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തലവൻ അന്ത്യോക്യൻ പാത്രിയർക്കീസ് വാഴിക്കുമ്പോൾ ഇനി കഞ്ഞിക്കുഴിയിൽ മാത്രം പ്രസക്തിയുള്ള മത്തായി 3-ന് എങ്ങനെ ജയ് ജയ് കാതോലിക്കോസ് വിളിക്കും എന്ന അദ്ദേഹത്തിന്റെ സന്ദേഹം വളരെ പ്രസക്തമാണ്. കഴിഞ്ഞ 130 കൊല്ലം സഭാപിതാക്കന്മാർ ഇരുവിഭാഗങ്ങൾ അല്ലെങ്കിൽ സഹോദര സഭ എന്ന് പറഞ്ഞ് വ്യവഹാരം നടത്തിയ, അതിൻ പ്രകാരം 2017 ജൂലൈ 3 വിധി കരസ്ഥമാക്കിയ, ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായി 2 സഭയാണെന്ന് കോടതിയിൽ അഫിഡവിറ്റ് നൽകുകയും കാതോലിക്ക വാഴ്ച മാസങ്ങൾക്ക് മുമ്പേ അറിഞ്ഞിട്ടും അതിനെതിരെ കോടതിയെ സമീപിക്കാതിരുന്നതിലെ വഞ്ചന തിരിച്ചറിഞ്ഞ ഓർത്തഡോക്സ് സഭാ മക്കൾ മത്തായി 3-ൻ ആ സ്ഥാനമൊഴിയണം എന്ന മുറവിളി തുടങ്ങിക്കഴിഞ്ഞു. വാഴൂരിൽ പണ്ട് കാജാപിടിയും വലിച്ച് കലിങ്കിലിരുന്ന് കല്യാണം മുടക്കിയിരുന്ന ശൈലിയിൽ ഇപ്പോൾ കാതോലിക്ക വാഴ്ചയ്ക്ക് പാരപണിയുവാൻ നടത്തുന്ന ശ്രമങ്ങളെയും അദ്ദേഹം കണക്കിന് പരിഹസിക്കുന്നുണ്ട്. തികഞ്ഞ സഭാസ്നേഹിയായ തോമസ് ടി പരിമലയുടെ വാക്കുകളിലൂടെ നമുക്ക് ശ്രവിക്കുവാൻ കഴിയുന്നത് ഓരോ ഓർത്തഡോക്സ് സഭാംഗത്തിന്റെയും ഹൃദയ വിചാരങ്ങളാണ്. ജയ് ജയ് കാതോലിക്കോസ്, ജയ് ജയ് കാതോലിക്കോസ്. 81 വയസ്സായി ഇപ്പോഴെനിക്ക്. ഓർത്തഡോക്സ് സഭാ വിശ്വാസിയാണ്, പരിമലക്കാരനാണ്. തോമസ് ടി പരിമല എന്നാണ് പേര്. ഇനി ഇങ്ങനെ വിളിക്കുന്നതിന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായിട്ട് ഉള്ളവർ ശ്രദ്ധിച്ച് കേൾക്കണം. തെറി വിളിക്കേണ്ടവർക്ക് എന്നെ തെറി വിളിക്കാം, എന്ത് വേണമെങ്കിലും എന്നെ വിളിച്ചോ പറഞ്ഞു. എൻ്റെ ദേഹോദ്രവം ഏൽപ്പിക്കണമെങ്കിൽ എൻ്റെ ഗേറ്റ് എപ്പോഴും പൂട്ടിയിട്ടിരിക്കുക, ചാടി കയറി വന്ന് ഉപദ്രവിക്കാം, അതിനും കുഴപ്പമില്ല. പക്ഷേങ്കിൽ നിങ്ങളിത് കാര്യം മനസ്സിലാക്കണം. ഈ ജയ് ജയ് കാതോലിക്കോസ് എന്ന് ഞാൻ ഒത്തിരി പ്രാവശ്യം വർഷങ്ങൾ വിളിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാരെയാണ് വിളിക്കേണ്ടത്? ദേവലോകത്തിരിക്കുന്ന നമ്മുടെ ബാവായെയാണോ ജയ് ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കേണ്ടത്? അതോ റീത്തുകാരുടെ ബാവ തിരുമേനിയാണോ കാതോലിക്ക എന്ന് വിളിക്കേണ്ടത്? ഇതൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആഗമാന സുറിയാനി സഭയുടെയോ ഇന്ത്യ സുറിയാനി സഭയുടെയോ കാതോലിക്കയായിട്ട് വാഴിക്കാൻ പോകുന്ന ഗ്രിഗോറിയോസ് തിരുമേനിയെ കാതോലിക്കയായിട്ട് വിളിക്കണം, ജയ് ജയ് വിളിക്കണം. ഈ 3 പേരിൽ ആരെയാണ് വിളിക്കേണ്ടത്? വിളിച്ചു കഴിഞ്ഞാൽ ഇത് 3 പേർക്കും ബാധകമല്ലേ? 3 പേരെയും പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു വിളിയല്ലേ ഇത്? അതുകൊണ്ട് സഭാ നേതൃത്വം ഒന്ന് വ്യക്തമാക്കണം, ആരെ വിളിക്കണം. അതിന് ചെയ്യാവുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് വരെ പാത്രിക്കീസുകാരുടെ ബാവ തിരുമേനിയെ പാത്രിക്കീസ് ബാവ ലെബനനിൽ വെച്ച് മാർച്ച് 25-ാം തീയതി പാത്രിക്കീസ് ബാവയായിട്ട്, കാതോലിക്ക ബാവയായിട്ട്, കിഴക്കിൻ്റെ കാതോലിക്കായ ബാവയായിട്ട് ഇന്നലെ വായിച്ചു. ആഗമാന സുറിയാനി സഭയുടെയും ഇന്ത്യൻ സഭയുടെയും കാതോലിക്കയായിട്ട് വാഴിക്കുകയാണെന്ന്. ഇങ്ങനെ ഇന്ത്യൻ സഭയുടെയും ആഗമാന സുറിയാനി സഭയുടെയൊക്കെ കാതോലിക്കയായിട്ട് അദ്ദേഹത്തെ വാഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കീഴിലല്ലേ ദേവലോകം കാതോലിക്കയും ഒക്കെ ആണോ അല്ലയോ? ഇതിന് ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് 1 മാസത്തിന് മുമ്പേ വിശ്വസിച്ചതും ഇപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നതും ആയ വ്യക്തിയാണ് ഞാൻ. കാരണം ഞാനും വിശ്വസിച്ചു ഈ വാഴ്ചയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചൊരു സ്റ്റേ മേടിക്കുമെന്ന്. ഈ പരിമലപ്പള്ളിയുടെ പരിശുദ്ധൻ്റെ കണ്ണുനീരിൽ നാനാജാതി മതസ്ഥരായ ആൾക്കാരിടുന്ന കോടാനുകോടി രൂപ കഴിഞ്ഞ 35 വർഷമായിട്ട് അടിച്ചു കൊണ്ടുപോയി. ഇടവകയില്ല, നിങ്ങളാരുമല്ല, എൻ്റെ നേരിട്ടുള്ള ഭരണത്തിലാണ്, ഇത് ട്രസ്റ്റാണ്, പ്രസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സെമിനാരിൽ നിന്നും പറഞ്ഞൊരു ബോർഡും വെച്ച് അത് പോട്ടെ, കൊണ്ടുപോക്കോട്ടെ. ഈ കൊണ്ടുപോകുന്ന കാശിൽ ഇപ്പോൾ ഈ ഒരു സ്റ്റേ മേടിക്കാൻ ഇവിടുത്തെ 5 മിനിറ്റ് അല്ലെ 10 ഈ കവർക്കിലെ 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയത്തെ കാശ് പോരാ ഡൽഹിയിൽ പോയി തിരുമേനിമാരെ ഒരു സ്റ്റേ മേടിക്കാൻ.
എന്താ നിങ്ങൾ മേടിക്കാത്തത്? ഇപ്പോഴും മേടിക്കുമെന്നുള്ള വിശ്വാസത്തിലിരിക്കണം ആ സഭാമക്കൾ. എന്തുകൊണ്ട് മേടിക്കുന്നില്ല? എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ? പാത്രിക്കീസുകാരുടെ ഈ ന്യൂസ് വായിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഞാൻ ന്യൂസിലൊക്കെ വായിച്ചിട്ടുള്ളതുമാണ്, നമ്മൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കഴിഞ്ഞ മാസം തന്നെ പറഞ്ഞു, ഞങ്ങൾ 2 സഭയാണെന്ന് പറഞ്ഞൊരു സത്യവാങ്മൂലം കൊടുത്തു. ഞങ്ങൾ 2 സഭയാണ്, പാത്രിക്കീസുകാരുടെ യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയും രണ്ട് സഭയാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുത്തു. ഇനി ദേവലോകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈയോടാ മണ്ടത്തരം പറ്റിപ്പോയല്ലോ, 2 സഭയല്ല 1 സഭയാണ്. തിരിച്ചോടി ഡൽഹിയിലോട്ട്, തിരിച്ചോടി അവിടെ ചെന്ന് പുതിയ സത്യവാങ്മൂലം, ഇന്നലെ ഞങ്ങൾ നല്ല സത്യവാങ്മൂലം തെറ്റാണ്, അത് ക്യാൻസൽ ചെയ്യണം എന്നും പറഞ്ഞൊരു പുതിയ സത്യം, ഞങ്ങൾ 1 സഭയാണ് എന്ന് കൊടുത്തു. സുപ്രീം കോടതി വലിച്ചു കയറി ദൂരെ കളഞ്ഞു. നിങ്ങൾ 2 സഭയാണ്. എന്നാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? എന്നിട്ട് നമ്മുടെ തിരുമേനിമാരൊക്കെ മാധ്യമങ്ങളിൽ കൂടെ പറയുന്നത് കേട്ട് നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് അബദ്ധമൊന്നും പറ്റിയിട്ടില്ല, നമ്മൾ തന്നെയാണ്, നമ്മൾ തന്നെ ജയിച്ചിരിക്കുകയാണ്, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിഡ്ഢികളാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയായത്. അവർ പറയുന്നത് ഒന്നുമില്ല, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, എടുത്തിട്ടില്ല. എന്നാൽ പിന്നെ ഒരു കേസ് കൊടുത്ത് പരുമലയിലെ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ സമയത്തെ കാശ് കൊടുത്ത് ഒരു സ്റ്റേ മേടിക്കരുതോ? എന്തിനെ കാണുന്നതിനും പിടിക്കുന്നതിനുമൊക്കെ മുഖ്യമന്ത്രിയെ പഴി പറയുന്നു, മുഖ്യമന്ത്രിയെ തെറി വിളിക്കുന്നു. പോകുന്ന മന്ത്രിയെയും MLA-മാരെയും 2 ഗ്രൂപ്പിലുമുള്ള MLA-മാരുണ്ട്, അവരെയെല്ലാം തെറി വിളിക്കുന്നത് എന്നതിന്. എൻ്റെ തിരുമേനിമാർ എന്തെങ്കിലും ഉണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സ്റ്റേ കിട്ടുമെന്നാണ്. ഒരു സ്റ്റേ കിട്ടും, 25-ാം തീയതി 20-ാം തീയതിക്കുള്ളിലെങ്കിലും ഒരു സ്റ്റേ കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 16 ആയുള്ളൂ. ഇനി കൊടുത്തിട്ടുണ്ടോ? ചിലർ പറയുന്നു കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. കൊടുത്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കൊടുത്തെങ്കിൽ എന്തുവാണ് അതിന് എന്നത്തേക്കാണ് അതിൻ്റെ വിധി വരുന്നത്? ഇതൊക്കെ സഭാമക്കളെ ഒന്ന് അറിയിക്കണം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഞാൻ പറഞ്ഞല്ലോ, തോമസ് ടി പരുമലയാണ്. എനിക്ക് 80 വയസ്സ് കഴിഞ്ഞ് 81 വയസ്സിലോട്ട് കയറി. ഞാൻ എൻ്റെ ഈ പരിമിതമായ അറിവിനുള്ളിലും ഈ ആധികാരികമായിട്ടുള്ള ഞാൻ തീർത്ത് തന്നെ പറയുകയാണ്, ദേവലോകത്തിരിക്കുന്ന റെക്കോർഡിനെക്കാട്ടി കൂടുതൽ പരുമലപ്പള്ളി സംബന്ധിച്ചുള്ള റെക്കോർഡും എൻ്റെ കൈവശമുണ്ട്. ഞാനത് തീർത്ത് പറയുകയാണ്. അതിൽ നിന്ന് ഞാൻ പറയുകയാണ്, എന്തുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കുന്നു? എന്തിനിപ്പോൾ ഞങ്ങളെ വിഡ്ഢികളാക്കുന്നു? ഇതാണ് നമുക്കറിയേണ്ടത്. ഇതെന്ത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേ മേടിക്കുക. സ്റ്റേ മേടിക്കാൻ കഴിയില്ലെങ്കിൽ അത് പറയണം, ഈ സ്റ്റേ കിട്ടുകയില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സ്റ്റേ കൊടുത്തിട്ടുണ്ട്. സ്റ്റേ കിട്ടുകയില്ലെങ്കിൽ എന്തിനാ അതിൻ്റെ കാരണം? എന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ സ്റ്റേ കിട്ടാൻ, സ്റ്റേ തള്ളിക്കളയാൻ. 2 സഭയാണെന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റേ കിട്ടുമോ? എനിക്കറിയില്ല. 2 സഭയാണെന്ന് പറഞ്ഞാൽ എൻ്റെ തിരുമേനിമാരെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, അയലത്തെ വീട്ടിലെ ഒരു പെങ്കൊച്ചിനെ കെട്ടിച്ച് വിടുന്നതിന് ഇങ്ങേപ്പുറത്തിരുന്ന് എന്തിന് ഈ കരയുകയും ബഹളം വെക്കുകയും ഈ കല്യാണം മുടക്കണമെന്നും പറഞ്ഞ് ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നത് എന്തോത്തിന്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഈ പള്ളിപിടുത്തം തുടങ്ങിയ സമയത്ത് വരെ ഒട്ടും ഞാൻ അന്നും എഴുതിയതാണ്, ഈ പോക്ക് ശരിയല്ല. നമ്മൾ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയാണ്. അവർ നമ്മുടെ ആൾക്കാരാണ്, അല്ലാതെ അവരുടെ പള്ളി പിടിച്ചു വരിക. ഇനിയും ഈ സുപ്രീം കോടതി കൊടുത്തിട്ടുള്ള കേസ് മുഴുവൻ ഈ തിരുമേനിമാർ ഒരു തിരുമേനി മുഖ്യമന്ത്രി യൂലിയോസ് തിരുമേനി മുഖ്യമന്ത്രിയൊക്കെ തെറി വിളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തില്ലേ? ഇപ്പോൾ കോടതി കേസ് എങ്ങോട്ടാണ് വന്നേക്കുന്നത്? തിരുവനന്തപുരത്തോട്ടും വന്നു, ഹൈക്കോടതിയിലോട്ടും വന്നു. ഇപ്പോൾ ഓരോന്ന് ഇപ്പോൾ വിധി വരും. അന്നേരം കണ്ടോണം. അന്നേരം ഈ പിടിച്ച പള്ളികളെല്ലാം തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങളോടൊക്കെ നിങ്ങളെന്തോ പറയും? ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് പറയുമോ? ഞാനൊരു കാര്യം പറയാം, ദൈവത്തെ ഓർത്ത്. ഓർത്തഡോക്സ് സഭാ വിശ്വാസികളായ 99% ആൾക്കാരുടെയും മനസ്സിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷേ അവർ പറയുകയില്ല. ഈ സ്തുതിപാഠകന്മാരായിട്ടുള്ള ഏതാനും വ്യക്തികളുണ്ട്, അവർ ഈ തിരുമേനിമാർക്ക് ജാക്കി വെച്ച് കൊടുക്കുകയും ഞാൻ പിന്നെ മറ്റുള്ള ഭാഷയൊന്നും പറയുന്നില്ല, വെച്ച് കൊടുത്ത് അവരെ പ്രലോഭിപ്പിക്കുക. ചെയ്തു ഇപ്പോൾ കണ്ടോളം വരാൻ പോകുന്നത്. ഏതായാലും ഈ സ്റ്റേ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. കിട്ടുമെന്നെങ്കിൽ കിട്ടട്ടെ, നല്ലത് തന്നെ.
ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനാ വയലത്തെ പക്കച്ചിനെ കെട്ടിച്ചോട്ട് എന്തിനാ എവിടെ കിടന്ന് കരയുന്നത്? മുഖ്യമന്ത്രി എന്തോത്തിന് തെറി വിളിക്കുന്നു, പോകുന്ന മന്ത്രിമാരെ എന്തോത്തിന് തെറി വിളിക്കുന്നു? ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടായോ? ഇതാണോ ആത്മീയത? ഇതാണ് 50 സ്വീകരിക്കേണ്ട നല്ല നല്ല കാര്യങ്ങൾ ആണോ? അല്ലല്ലോ. ഏതായാലും ഈ കാണിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഞങ്ങളെ അറിയിക്കണം ഇവരെ. നിങ്ങൾ ഓർത്തഡോക്സ് സമുദായത്തിൽപ്പെട്ട 99% ആൾക്കാർ ഈ സത്യാവസ്ഥ അറിയാം, അവർക്കറിയാം. മിണ്ടി കഴിഞ്ഞാൽ ഞാൻ അതാകും ഇതാകും, തിരുമേനി വരുന്നതിനെ കൈകുത്താനൊക്കത്തില്ല, ഇതൊക്കെ ഒരു വ്യാരമാണ് നിങ്ങൾക്കുള്ളത്. ഇതൊക്കെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായോ? ഈ തിരുമേനിമാർ സത്യാവസ്ഥ കൊണ്ടുവരണം. എന്തുകൊണ്ട് കിട്ടുന്നില്ല? അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ? ഈ സത്യാവസ്ഥ ഞങ്ങളെ അറിയിക്കണം 20 അല്ലെങ്കിൽ 25-ാം തീയതിക്ക്. 20-ാം തീയതിക്ക് അവർ പോകും, പിന്നെ പോയതുകൊണ്ട് വിശേഷമൊന്നുമില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഈ സത്യാവസ്ഥയൊന്ന് അറിയിക്കണം. ഞങ്ങളെ വെറും വിഡ്ഢികളെ എപ്പോഴും വിഡ്ഢികളാക്കരുത്, അത് അറിയിക്കണം. ഇനിയും അടുത്ത സംഗതി കൂടെ, വളരെ വേദനാജനകമായ ഒരു സംഗതി കൂടെ പറയാനുണ്ട്. ഇന്നലെയും മിനിഞ്ഞാന്നുമായി സംഭവിച്ച ഒരു കാര്യമാണ്. അത് ഞാൻ അടുത്ത ദിവസം പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓർത്തഡോക്സ് സഭാ വിശ്വാസികൾ കണ്ണ് തുറക്കണം, മനസ്സ് തുറക്കണം, ചെവി തുറക്കണം, സത്യാവസ്ഥ മനസ്സിലാക്കണം. ഇതാണ് ചെയ്യേണ്ടത്. എന്താണെന്ന് നമുക്കറിയാം. ചോദിക്കുക, എന്തുകൊണ്ട് പോകുന്നില്ല? എന്തോ അതേ കൊടുത്തോ? എന്തുകൊണ്ട് നിയമോപദേശം വല്ലതും കിട്ടിയോ? കിട്ടിയെങ്കിൽ നെഗറ്റീവാണോ? ആണെങ്കിൽ അറിയിക്കുക ഞങ്ങളെ. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും ഈ ആരെയാണ് ഈ ജയ് കാതോലിക്കോസ് എന്ന് വിളിക്കേണ്ടത്? അദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞാൽ പാത്രിക്കീസുകാർ പറയുന്ന അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഇന്ത്യൻ കാതോലിക്കോസിൻ്റെ കീഴിലായിരിക്കും കേരള കാതോലിക്കോസും, അല്ലേ? ആരെയാണ് വിളിക്കേണ്ടത്? ഇല്ല, അല്ലെങ്കിൽ 3 പേർക്കും കൂടെ ഉള്ള ഒരു മുദ്രാവാക്യം നിങ്ങൾ ഉണ്ടാക്കി തരണം, ജയ് വിളിക്കാൻ വേണ്ടിയിട്ട്. ഈ പോക്ക് ശരിയല്ല. ഈ ഓർത്തഡോക്സ് സഭയുടെ ഈ പോക്ക് എങ്ങോട്ടാണെന്നും പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം പല കാര്യങ്ങൾ എഴുതിയതാണ്. എങ്ങോട്ടാണെന്ന് ഞങ്ങൾക്ക് ഇപ്പം മനസ്സിലായി വരുന്നുണ്ട്. ഏതായാലും ഈ വിവരങ്ങളൊക്കെ ഞങ്ങളെ ഒന്ന് ധരിപ്പിക്കണം. ഞങ്ങൾ പോയില്ല, അല്ലെ പോയില്ലെങ്കിൽ എന്താ കാര്യം ഞങ്ങൾ പോകാത്തത്? എന്തുകൊണ്ട് നമ്മൾ പോയാൽ ജയിക്കാത്തതിൻ്റെ കാര്യം എന്താ? അതുകൂടെ പറയണം. ഞങ്ങളെ ജയിക്കുമെങ്കിൽ 20-ാം തീയതി അല്ലെ 25-ാം തീയതിക്ക് അവർ പോകുന്നത് ഞങ്ങൾ മുടക്കും. ഇതുകൂടെ ഒന്ന് പറയണം. എല്ലാം നിർത്തട്ടെ. ഈ വിശ്വാസികളായിട്ടുള്ളതിനെ എന്നെ തെറി വിളിച്ചോ ഉപദ്രവിച്ചോ കുഴപ്പമൊന്നുമില്ല. സത്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ആരെയും ചേരി കഴിഞ്ഞൊന്നുമല്ല. ഈ സഭയുടെ പോക്ക് ദിദിമോസ് ബാവയുടെ കാലം വരെ ഉണ്ടായിരുന്ന നമ്മുടെ പുണ്യപിതാക്കന്മാർ പടുത്തുയർത്തിക്കൊണ്ടുവന്ന ഈ സഭയെ മുഴുവൻ നാനാവിധമാക്കുക, മനസ്സിലായോ? ഇനി കരയാൻ പോകുന്നേ ഉള്ളൂ. ഹൈക്കോടതിയിലെ ഓരോ വിധി വരുമ്പോൾ എല്ലാം തമ്പുരാൻ നിർത്തട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധനായ പരിമല കൊച്ചു തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയം കാവലുമായിരിക്കട്ടെ. മത്തായി 3-ാമനോട് ഈ നോമ്പുകാലത്ത് പറയുവാനുള്ളത്, നിങ്ങളുടെ അധീനതയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭദ്രാസനങ്ങൾ, ആയിരക്കണക്കിന് പള്ളികളും വൈദികരും, അനുബന്ധ പ്രസ്ഥാനങ്ങൾ, ഏതാണ്ട് 3.5 ലക്ഷത്തോളം വിശ്വാസികൾ, ട്രില്യൺ കോടികളുടെ ആസ്തികൾ. പിന്നെ എന്ത് കാര്യത്തിനാണ് യാക്കോബായ സഭാ വിശ്വാസികൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ അവരുടെ പള്ളികൾ പിടിച്ചു പറിക്കുവാൻ നോക്കുന്നത്? നിങ്ങൾ കേസുകൾക്കും ഗുണ്ടായുസത്തിനും വ്യവഹാരത്തിനും മുടക്കിയ പണമുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ പട്ടിണി നമുക്ക് മാറ്റാൻ സാധിക്കുമായിരുന്നു. ഈ വ്യവഹാരങ്ങൾ കൊണ്ട് ആർക്ക് നേട്ടം? അവസാനം നിങ്ങൾ എന്ത് നേടി? ഇത് ക്രൈസ്തവ സഭയല്ല, എതിർ ക്രിസ്തുവിൻ്റെ കാലാൾപ്പടയാണ് എന്ന യാഥാർത്ഥ്യത്തെ സാധൂകരിക്കലല്ലേ നിങ്ങളുടെ ഈ പ്രവൃത്തികൾ? ഇതുവഴി ഓർത്തഡോക്സ് സഭ എന്ന വിഭാഗത്തിൻ്റെ മാത്രമല്ല ക്രൈസ്തവ സമൂഹത്തിൻ്റെ തന്നെ വിലയാണ് ഇടിയുന്നത്. ഇത്രയും ഒക്കെ പിടിച്ചു പറിച്ചിട്ടും ആർത്തി മാറിയില്ലേ നിങ്ങൾക്ക്? മത്തായി 3-ാമ, ഇത്രയും പിടിച്ചു പറിച്ചിട്ടും സ്വരുക്കൂട്ടിയിട്ടും താങ്കൾക്ക് ദിവസം ഒരു നേരമെങ്കിലും അരിയാഹാരം കഴിക്കുവാനുള്ള ഒരു യോഗമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി ഈ പദവികളുടെയും സമ്പത്തിൻ്റെയും അധികാരത്തിൻ്റെയും ശൂന്യത മനസ്സിലാക്കുവാൻ. ഇനിയും അടങ്ങിയിരുന്ന് ഭരിച്ചില്ലെങ്കിൽ നിങ്ങളെ ദൈവം കിടത്തും. ആരോഗ്യവാനായിരുന്ന പൗലോസിതന്റെ ആ അവസ്ഥ നിങ്ങൾ തന്നെ കണ്ടതാണ്. ദയവായി നിങ്ങൾ നന്നാകാൻ നോക്കുക, അല്ലെങ്കിൽ സ്വയം പരിഹാസ്യനായി ഇല്ലാതായി മാറും നിങ്ങളും നിങ്ങളുടെ സഭയും. അതൊക്കെ പോട്ടെ, നല്ല കുട്ടിയായി മുതലവായൻ തൊപ്പിയും ഒക്കെ വെച്ച് 30-ാം തീയതി ജയ് കാതോലിക്കോസ് വിളിക്കുവാൻ താങ്കളും മുന്നിലുണ്ടാവണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ
ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.